പ്രൊഫസർ റോണി കെ ബേബിയിലേക്കാണ്. പ്രൊഫസർ റോണി കെ ബേബി, നേരത്തെ അങ്ങ് ചോദിച്ചിരുന്നു ഈ UPA സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ കാര്യങ്ങൾ എന്തിനാണ് ഇപ്പോൾ എടുത്തിടുന്നത്, അന്ന് തുർക്കി നമ്മുടെ ഒരു സൗഹൃദ രാജ്യമായി നിലകൊള്ളുന്ന അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് വാദ്ര ഏവിയേഷൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ ചർച്ച നടന്നത്. ഈ വാദ്ര ഏവിയേഷൻസ് ഡിസപ്പിയർ ആവുകയും അതിൻ്റെ വലിയ ഓഹരികളെല്ലാം ഈ സെലബി വാങ്ങുകയും ഒക്കെ ചെയ്തു എന്നുള്ള ചില വാർത്തകളൊക്കെ ആ സമയത്ത് വന്നതാണ്. ഇപ്പോൾ ആ വാർത്തകളൊക്കെ പൊടിതട്ടിയെടുത്ത് പ്രചരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ടർക്കിയുമായി നിങ്ങൾക്ക് വളരെ കൃത്യമായ ചില ബന്ധങ്ങളുണ്ടായിരുന്നു. UN-ൽ പാകിസ്ഥാൻ അനുകൂലമായി തുർക്കി നിലപാടെടുത്തതിൻ്റെ തൊട്ട് പിന്നാലെ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഓഫീസ് തുർക്കിയിൽ നിങ്ങൾ തുറന്നിരുന്നു, കോൺഗ്രസ് തുറന്നിരുന്നു. എന്തിനാണ് തുർക്കിയിൽ കോൺഗ്രസിന് ഓഫീസ്? അത് അന്നേ ചോദ്യം ഉന്നയിച്ചതാണ്, ഇപ്പോൾ വീണ്ടും ആ ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്. അപ്പോൾ എന്തൊക്കെയോ ചില ബിസിനസ് താല്പര്യങ്ങൾ തുർക്കിയുമായി അന്ന് തന്നെ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നതല്ലേ വെളിവാക്കപ്പെടുന്നത്? വളരെ കൃത്യമായി എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ബന്ധമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്ത് പോണം. അല്ല, വാദ്ര ഏവിയേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ഞാൻ കൃത്യമായി മറുപടി പറയാം. കാരണം ഇവിടെ PV നരസിംഹറാവു സർക്കാർ വന്നപ്പോഴാണ് ഇവിടെ സാമ്പത്തിക ഉദാരവൽക്കരണം നടപ്പാക്കിയത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിനുശേഷം ഇന്ത്യ വന്ന് ഭരിച്ച എല്ലാ ഗവൺമെന്റുകളും, അത് വാജ്പേയി ഗവൺമെന്റ് ആയിക്കോട്ടെ, നരേന്ദ്രമോദി സർക്കാർ ആയിക്കോട്ടെ, എല്ലാ ഗവൺമെന്റും ഇവിടെ നമുക്ക് സിവിൽ ഏവിയേഷൻ മേഖലയിൽ 100% വിദേശ നിക്ഷേപമുള്ള രാജ്യമാണ്. ഇവിടെ സിവിൽ ഏവിയേഷൻ മാത്രമല്ല, എല്ലാ മേഖലകളും ഇപ്പോൾ പൂർണ്ണമായും തന്നെ വിദേശ നിക്ഷേപങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്ന രാജ്യമാണ്. നമ്മുടെ ഡിഫൻസ്, മറ്റെല്ലാ മേഖലകളും, അത് ഇൻഷുറൻസ് സെക്ടർ ആയിക്കോട്ടെ, ബാങ്കിങ് സെക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാധ്യമ മേഖലകളായിക്കോട്ടെ, എല്ലാ മേഖലകളും പൂർണ്ണമായും തന്നെ വിദേശ നിക്ഷേപത്തിന് തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഇങ്ങനെ വിദേശ കമ്പനികൾ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെയുള്ള പല ഇന്ത്യൻ കമ്പനികൾക്കും അതിന് കോമ്പീറ്റ് ചെയ്യാൻ കഴിയാതെ അവയൊക്കെ പരീക്ഷയിട്ടുണ്ട്, ഇഷ്ടത്തായി വന്ന് അവയൊക്കെ അച്ചുമുട്ടി പോയിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടർക്കിഷ് കമ്പനി വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ടർക്കിഷ് കമ്പനി മാത്രമല്ല, ഇതുപോലെയുള്ള പല വിദേശ കമ്പനികൾ വന്നപ്പോൾ അതിനോട് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ത്യൻ കമ്പനികൾ ഡിസപ്പിയർ ആയി പോയിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ഞാൻ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സെലബി ഏവിയേഷനുമായി ബന്ധപ്പെട്ട്, അവിടെ ഒരിക്കലും ഈ സെലബി ഏവിയേഷൻ ഈ പറഞ്ഞ വാദ്ര ഏവിയേഷനെ ടേക്ക് ഓവർ ചെയ്യുകയോ അല്ല അതിന്റെ സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്യുകയോ, നമ്മളൊരു ആരംഭം ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഏതിനും ഈ പറഞ്ഞ കോൺഗ്രസ്, ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്, ഈ ലോകത്ത് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളില് ഈ വിദേശ ഇന്ത്യക്കാരുണ്ടോ ഇവരോട് കോൺഗ്രസിനോട് ആഭിമുഖ്യ ആളുകൾ സംഘടനകൾ ഉപയോഗിച്ചിട്ടുണ്ട്. BJP സംഘടനകളില്ലേ, എത്രയോ വിദേശ രാജ്യങ്ങളിലെ BJP-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, BJP-യുടെ ആഭിമുഖ്യം പുലർത്തുന്ന വിദേശ ഇന്ത്യക്കാരായ ആളുകൾ ഈ BJP സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനേതാണ് ഈ കോൺഗ്രസ് ചെയ്ത എന്തോ വലിയ മഹാപരാധമാണെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏകദേശം 125ഓളം രാജ്യങ്ങളിൽ ഉള്ള ഒരു വലിയ സംഘടനയാണ് ഈ പറയുന്ന ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറയുന്നത്. നമുക്ക് രാഷ്ട്രീയമൊക്കെ ആവാം, പക്ഷെ ഈ രാജ്യത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിയെ അപമാനിക്കാൻ വേണ്ടി കരുതൽ വേണ്ടിയിട്ട് ഇതും എന്നാണ് എനിക്ക് വലിയ അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ റോണി കെ ബേബി, അങ്ങനെ ഓവർസീസ് കോൺഗ്രസിന്റെ ഒരു ഓഫീസ് അവിടെ തുറന്നത് കൊണ്ട് എന്താണ് പാർട്ടിക്ക് ഗുണമുണ്ടായത്? അതൊന്ന് പറയാമോ? അപ്പൊ തന്നെ തുർക്കിയിൽ മാത്രമല്ല, ഞാൻ 125 രാജ്യങ്ങളിലുള്ള സംഘടനയാണ്, അവിടെ എല്ലാം ഇതിന് ഓഫീസ് ഉണ്ട്. എന്തിനാണ് ഈ വിവിധ സംഘടനകളുടെ ഓഫീസ് തുടങ്ങുന്നത്? എന്തിനാ? പാകിസ്ഥാനിലെ ഓഫീസ് ഉണ്ടോ? ഒന്നിച്ചുകൂടാൻ വേണ്ടി പാകിസ്ഥാനിലെ ഓഫീസ് ഉണ്ടോ? എന്തോ പാകിസ്ഥാനിലെ ഓഫീസ് ഉണ്ടോ? ഇല്ല, പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്. അവിടെ പോയി നമുക്കറിയാം, അവിടെ ഈ പറയുന്ന ഇന്ത്യൻ പൗരന്മാര് പോലും അവിടെ വളരെ അപൂർവമായിട്ടുള്ള വിരലെണ്ണാത്ത ആളുകൾ മാത്രമേ ഇന്ത്യൻ പൗരന്മാരുള്ളൂ. UN-ൽ പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാട് തുർക്കി എടുക്കുകയാണ്. അതിന്റെ തൊട്ടുപുറകെ അവിടെ പോയി നിങ്ങൾ കോൺഗ്രസിന്റെ ഓഫീസ് തുറന്നെങ്കിൽ അതിൽ മറ്റൊരു ദുരുദ്ദേശവും ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ചില ബിസിനസ് റിലേഷൻസ്, വാദ്രയുടെ ബിസിനസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, വാദ്ര ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നു എന്നതറിയാം, വാദ്രയ്ക്ക് എപ്പോൾ മുതലാണ് ക്ഷീണം വന്നത് എന്നും അറിയാം. ഒരു സെക്കൻഡ് മോഹൻ സാർ ഒന്ന് ഇടപെടുന്നു. ഒരു സെക്കൻഡ് റോണി കെ ബേബി ഒന്ന് ഇടപെടുന്നു, അദ്ദേഹം ഒന്ന് പറയട്ടെ. സാറേ, ഞാൻ ഈ ഫീൽഡിൽ ഇത്രയും പരിചയമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയോ ഈ പ്രതിപക്ഷത്തിനെ ഒന്ന് വിമർശിക്കാൻ വന്നതല്ല സാർ. 2010 മുതൽ 2008 ഇവരൊക്കെ ഉള്ളിൽ നമ്മൾ സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. 2010 മുതൽ 2013 വരെ ഞങ്ങൾ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യ എന്ന് പറഞ്ഞ 2 സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ.
ഞങ്ങൾക്കൊക്കെ സാർ ശരിക്കും പറഞ്ഞ 6 മാസത്തിൽ ഒരിക്കലാണ് ശമ്പളം കിട്ടിയിരുന്നത്. ഇത് അന്നത്തെ ഗവൺമെന്റ് ഒരിക്കലും കണ്ടിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ കുട്ടികളുടെ പഠിപ്പ്, ഞങ്ങളുടെ വീട്ടുവാടക, ഇങ്ങനെ പല സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്നവരല്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ 2010 മുതൽ 2013 വരെ ഞങ്ങളുടെയൊക്കെ ഇന്ത്യൻ എയർലൈൻസിന്റെയും എയർ ഇന്ത്യയുടെയും എംപ്ലോയീസിനെ 6 മാസം വരെ ശമ്പളം തരാതെ പട്ടിണിക്കിട്ട് ഇതുപോലുള്ള പാവികളെ വിളിച്ചു വരുത്തി വളർത്തി കൊടുത്തതിന് സാർ ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറയണം. അതേപോലെ ഇനിയും ഇപ്പോൾ ഉണ്ട് ഹവാസ് എന്ന് പറഞ്ഞൊരു കമ്പനി, ഇവരുടെ ജോയിന്റ് വെഞ്ചർ ഉണ്ട്, അതിവിടെ ഉണ്ട് ഹവാസ്. അത് ഹമാസ് അല്ല, ഹവാസ് ആണ്. ഒരു വീട് മാറ്റേ ഉള്ളൂ. അത് ഞാനിപ്പോ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഞാൻ തീർത്തു. അപ്പം ഇനി ഇന്തോ തായ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് സർ കാലിക്കട്ടില്. അതിപ്പം അതിനെപ്പറ്റി കംപ്ലീറ്റ് വിവരം കിട്ടിയിട്ടില്ല. പക്ഷെ അവർ ഒരു മാസം 2.8 കോടി രൂപ കാലിക്കട്ട് എയർപോർട്ടിന് മറ്റേ റോയൽറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനം 75 ലക്ഷം. ശമ്പളം എല്ലാം പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലം എത്ര കോടി രൂപ അവരവിടെ കൊടുത്തിട്ട്, ഇത് ഫോറിൻ കമ്പനിയാണ്. ഇനി അതിനെപ്പറ്റിയൊക്കെ അന്വേഷണം വരാനിരിക്കുന്നേ ഉള്ളൂ. വരണം, അതിപ്പോ അടുത്ത ലെവലിൽ കൊണ്ടുവരാം. പക്ഷേ പ്രശ്നം അത് ഏത് ഗവൺമെന്റ് കൊണ്ടുവന്നതല്ല, പെട്ടെന്നുള്ള തീരുമാനം എടുത്തത്. ഒരു ഇത്രയും പെട്ടെന്ന് സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തുന്ന പോലുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരു സർക്കാർ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് കോൺഗ്രസ് ഗവൺമെന്റിനെ ഞാൻ ഒരിക്കലും വിമർശിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും നല്ലൊരു തീരുമാനം സാർ 24 മണിക്കൂർ എടുത്തില്ല സാർ. ഇന്നലെ രാത്രി 7:30 മുതൽ 9 മണി വരെ സംഗതി ചർച്ച ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോഴേക്ക് പരിപാടി തീർത്തു. അതാണ് നടപടി. പ്രൊഫസർ റോണി കെ ബേബി, ഈ ഇച്ഛാശക്തിയാണ് നിങ്ങൾക്ക് നഷ്ടമായത്. മുൻ എയർ ഇന്ത്യ ജീവനക്കാരനാണ് പറയുന്നത് 6 മാസത്തിൽ ഒരിക്കലാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്നെയാണ് ബാദ്ര ഏവിയേഷൻസ് പോലുള്ള, ഹവാസ് പോലുള്ള ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കുത്തകകൾ നമ്മുടെ ഈ എയർപോർട്ടിലെ നിർണായക ചുമതലകൾ ഏറ്റെടുക്കുന്നതും അവർ കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കി കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം സംജാതമായത്. ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് അതീവ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന സ്ഥാപനങ്ങൾ കൂടിയാകുമ്പോൾ ഒരു തരത്തിലുള്ള ജാഗ്രതയും അവിടെ ഉണ്ടായില്ല എന്നതല്ലേ അർത്ഥം? ഞാനിപ്പോൾ നിങ്ങൾ ഇത്രയും രാഷ്ട്രീയം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. 2018 തുർക്കി കാശ്മീർ വിഷയത്തിലെ ഇന്ത്യക്കെതിരെ നിലപാട് ഐക്യരാഷ്ട്രസഭയിൽ എടുത്തത്. 2018 ശേഷം 7 വർഷം കഴിഞ്ഞു. ഈ 7 വർഷമായിട്ടും ഈ തുർക്കിഷ് കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള 8 എയർപോർട്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന, അത് ഡൽഹി ഉൾപ്പെടെ ബോംബെ ഉൾപ്പെടെയുള്ള 8 എയർപോർട്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഈ തുർക്കി കമ്പനിക്കെതിരെ ഇന്ത്യയിൽ ഇത്രയും പറയുന്ന ഈ ഇന്റലിജൻസ് സംവിധാനം ഉണ്ടായിട്ട് ഒരു അന്വേഷണം പോലും നടത്തിയില്ല എന്ന് പറയുമ്പോൾ, ഈ 24 മണിക്കൂറിനകം നടപടിയെടുത്തെന്ന് പറയുമ്പോൾ, ഈ 7 വർഷം എന്തുകൊണ്ട് ഇവർക്കെതിരെ ഒരു പരിശോധനയോ ഒരു അന്വേഷണം പോലും നടത്തിയില്ല എന്നതിന് കൂടി ഉത്തരം പറയാനുള്ള ബാധ്യത പറഞ്ഞ ബഹുമാനപ്പെട്ട മോഹൻ സാറിനുണ്ട്. ഇല്ല സർ, അങ്ങനെയുള്ള ഇല്ല സർ, ആ ബാധ്യതയില്ല. അങ്ങനെ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ എനിക്കൊരു മിനിറ്റ് സമയം തന്നെ. അങ്ങനെ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു. ബിജെപിയുടെ വക്താവായിട്ടുള്ള ശ്രീമത് ഇന്ന് 500 ബില്യൺ വിദേശ കരുതൽ ശേഖരം ഇന്ത്യക്കുണ്ട്. അങ്ങനെ ഒരു കരുതൽ ശേഖരം ഇന്ത്യക്ക് ഉണ്ടായത് എങ്ങനെയാ? 1989 സ്വർണ്ണം കൊണ്ടുപോയി ബ്രിട്ടീഷ് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കാൻ പോയ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ രാജ്യം ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ശക്തമായിട്ട് സാമ്പത്തിക